ഹലോ അസ്സലാമു അലൈക്കും. അങ്ങനെ മക്കളെ, നമ്മൾ 10ാമത്തെ ദിവസമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ. ഇന്നൊക്കെ 10ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പെറ്റ് സ്കാനിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ മെയിൻ ഡോക്ടേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മെയിൻ ഡോക്ടേഴ്സ് എത്തിയിട്ടുള്ള കാര്യം പറഞ്ഞത് ഇപ്പോൾ ഈ നേരത്താണ്. ഈ നേരം വരെയും ഇവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടരാമെന്നുള്ള ഇതായിരുന്നു. ഇന്ന് മെയിൻ ഡോക്ടേഴ്സ് വന്ന് എന്താ പറഞ്ഞമ്മ, ഇവിടെ ഇനി ട്രീറ്റ്മെൻറ്റ് നടക്കില്ല, നമ്മൾ ഇവിടുന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആകെ നമ്മളെ കിളി പോയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം ഇത്രയും ദിവസം നിന്നിട്ട് എന്താണ് അസുഖം എന്നുള്ളത് നമുക്ക് എന്തായി അറിയാൻ പറ്റിയത് ഇന്നാണ്. കാരണം ഓരോ സ്കാൻ എടുക്കുമ്പോഴും അതിലൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അവസാനം പെറ്റ് സ്കാൻ എടുത്ത് അപ്പോൾ ഒരു 3 സംഭവം വയറിൻ്റെ ഉള്ളിൽ വളർന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. അതായത് വളർച്ച വരുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് നമ്മൾ വിചാരിച്ച CA ആണോ, അതായത് ക്യാൻസർ ആണോ, എന്താണെന്നുള്ളതും നോക്കണമെങ്കിൽ ഇനി ആദ്യം ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബയോപ്സി ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും. അത് ഒരുപാട് പേഷ്യൻസും കാര്യങ്ങളും, പിന്നെ അതിനനുസരിച്ച് ആകെ ഒരു ഗ്യാസ്ട്രോക്ക് ഒരു ഡോക്ടറല്ലേ, ഇപ്പോൾ എല്ലാം പാടെ അവർക്ക് എത്തൂല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറാൻ വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അവിടെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഗ്യാസ്ട്രോക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്. നമ്മളെ ചികിത്സ ഓരോ ദിവസം വൈകുന്തോറും എന്താണ് അത്രത്തോളം പേഷ്യൻറ്റിന് അത് പണിയാവുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലോട്ട് മാറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ വേറെ ഒരു അപ്ഡേഷൻസ് ഇടുന്നില്ല വെച്ചിട്ടായിരുന്നു, ഞാൻ ജസ്റ്റ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ആകെ കൊയങ്ങിയില്ലേ, ആകെ പിടുത്തം വിട്ടു ഗൈസ്. എന്തായാലും മൊത്തത്തിൽ നമ്മളും രോഗിയൊക്കെ ആകെ ക്ഷീണിച്ചു പോയി. കാരണം ഇത്രയും ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ ഇതിനു മുമ്പ് നമ്മൾ 1 മാസം നിന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇത്രത്തോളം നമ്മൾ ക്ഷീണിച്ചിട്ടില്ല അല്ലേ. അന്ന് പിന്നെ നോലുമ്പിൻ്റെ ആ ഒരു ഇതിലങ്ങനെ പോയായിരുന്നു. പക്ഷേ ഇതല്ല. എന്തായാലും പ്രാർത്ഥിക്കാൻ തന്നെ പറയാൻ പറ്റുള്ളൂ. ചക്കര വെച്ച് പൈക്കോ ഗൈസ്, നമുക്ക് ചക്കരേനെ എന്തായാലും നാട്ടിലോട്ട് ചക്കര ആകെ പോയി. ചക്കരയല്ല, നിജാസിന് വയ്യാതെ ആവുന്നുണ്ട് അല്ലേ. എന്താണ് പ്രശ്നം? അവിടുന്ന് ഞങ്ങളിപ്പോ ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നേ. അപ്പൊ മുതലേ തണുപ്പ് കടിച്ചിട്ട് തലയിൽ ഫുള്ള് കഫം കയറിയിരുന്നു. അത് കൂടാണ്ട് പിന്നെ AC ബസ്സിൽ അന്ന് ഇങ്ങോട്ട് വന്നേ. അവിടെ ആ ഫുള്ള് നേരം 8-9 മണിക്കൂർ അതിലിരുന്ന് വന്നിട്ടും പിന്നെ ഇവിടുന്ന് മഴ ഇനി ആ ചാറ്റമഴയൊക്കെ കൊണ്ടുപോകണമെന്ന് അറിയൂല. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ പിന്നെ കഫക്കെട്ട് മൂത്തതാ. പിന്നെ ആണെങ്കിൽ മൂക്ക് അടച്ച് കഴിഞ്ഞാൽ ഒരു മരുന്ന് മൂക്കിലൊഴിക്കലുണ്ട്. 2 മൂക്ക് അടച്ചൊരു മരുന്ന് മൂക്കിലൊഴിക്കണം. ആ മൂക്കത്തെ മരുന്ന് എടുക്കാനും പറഞ്ഞു. കാരണം കൊണ്ട് ഇന്നിപ്പോൾ കഫം തുപ്പിയപ്പോൾ മഞ്ഞ കളറിൽ നല്ല മഞ്ഞ കളറിലാണ് വരുന്നത്. ഡോക്ടറെ കാണിക്കണം അവിടെ പോയിട്ട്. എന്തായാലും നമുക്ക് ചക്കരനെ ഇവിടുന്ന് വിടാം. കാരണം എന്താ വെച്ചാൽ ഓല് ഇത്ര ദിവസത്തിൻ്റെ അല്ല, ഓലിക്ക് ഇവിടെ നിൽക്കണം വെച്ചിട്ട് തന്നെ. പക്ഷെ നമ്മളെന്താ വെച്ചാൽ ഓല് ഇനി ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഓല് ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഓലൊന്ന് പോയി ഇനി അവിടെ കോഴിക്കോട് എന്താണ് നമുക്ക് അടുത്തത് നോക്കിയിട്ടൊക്കെ ഒരു ഉമ്മാക്കും ഉപ്പാക്കൊക്കെ വരണം എന്ന് പറഞ്ഞിരുന്നു. അതിനനുസരിച്ച് ഓല് വരട്ടെ. എന്തായാലും ഞാനും ഉമ്മയും ബിലാലും ഉണ്ട്. നമ്മളെന്തായാലും ഇനി ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നേന്നുള്ള ചികിത്സയാണോ അതോ ഇതൊക്കെ കൊടുത്തിട്ട് ഇതെന്താ ഡോക്ടർ പറഞ്ഞതെന്നറിയോ. ഇവിടെ ചെയ്യാൻ പറ്റാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് ഇനി ഓപ്പറേറ്റ് ചെയ്തിട്ട്, അതായത് ഓപ്പറേഷൻ ചെയ്ത് കീറി അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സംഭവങ്ങൾ എടുത്ത് അത് ബയോപ്സിക്ക് അയക്കണം. എങ്കിലെയാണ് ആ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഇത് ഓപ്പറേഷൻ ചെയ്യാൻ തന്നെ ഒരു ഡേറ്റ് ഉണ്ട്. ചിലപ്പോൾ 9 മാസം 10 മാസം അല്ല, ഇതുപോലത്തെ ക്രിട്ടിക്കൽ സ്റ്റേജിന് വേഗം ചെയ്തു തരും. എന്തായാലും ഇനി ഓപ്പറേറ്റ് ചെയ്ത് അത് പുറത്തെടുത്ത് അത് ബയോപ്സിക്ക് അയച്ചാലാണ് അതിൻ്റെ റിസൾട്ട് വന്നാലാണ് ഒരു ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞത്. എന്തായാലും ഇനി ഇൻഷാ അല്ലാഹ് നമ്മളിനി കോഴിക്കോട്ടിലോട്ട് മാറുകയാണ്. അതിന് ഇവിടുന്ന് ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. അതായത് പേപ്പറും കാര്യങ്ങളൊക്കെ എഴുതിയും കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ടെസ്റ്റുകളൊക്കെ ഇനി റിസൾട്ടുകളൊക്കെ വാങ്ങിയിട്ട് ഇനി അങ്ങോട്ട് പോവുകയാണ്. ചക്കരനെയും നിജാസിനെയും നമുക്ക് നാട്ടിലോട്ട് പറഞ്ഞയക്കാം. ഞാനും ഉമ്മയും ബിലാലും നേരെ മെഡിക്കൽ കോളേജിലോട്ട് കോഴിക്കോടേക്ക് പോവുകയാണ്. എന്തായാലും ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും രാത്രിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തുന്നുണ്ടാവുള്ളൂ. പിന്നെ പോരാത്തതിന് സിനുവിൻ്റെ ഒപ്പയും വീട്ടുകാരൊക്കെ ഒന്ന് ഇങ്ങോട്ട് കാണാൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനി അവർ അങ്ങോട്ട് നാട്ടിലോട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ അധികമൊന്നും ഇനി പറയാനില്ല, ജസ്റ്റ് ഒരു അപ്ഡേഷൻ തന്നാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങളോട് TBയുടെ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞത്. പക്ഷേ ഇന്ന് TBയുടെ അസുഖം മെയിൻ സ്കാനിങ്ങിൽ, അതായത് പെറ്റ് സ്കാനിങ്ങിൽ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് എടുത്ത സ്കാനിങ്ങിൽ ഇവിടുന്ന് എടുത്ത റിപ്പോർട്ടിൽ TB രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അത് കുത്തിയെടുക്കാൻ വന്നപ്പോഴാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞു, ഇനി ഇവിടുന്ന് കുത്തിയെടുക്കണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ മാറി സർജറിയും കാര്യങ്ങളും സർജൻ ഡോക്ടറെ കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനാണ് പോകുന്നത്. വേറൊന്നും പറയാമല്ല, എല്ലാവരും ഇതിനോട് ഉൾപ്പെടുത്തുക. ബാക്കിയുള്ള എഴുതി ഒപ്പിട്ട് കൊടുത്തിന് കുത്തിയെടുക്കാൻ നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. ഇന്ന് എടുക്കണം.
രോഗി, അതായത് അന്നത്തെക്കാളും വയറ് വീർത്തിയില്ലേ. എന്തായാലും കുത്താൻ കുറച്ചധികം കാല് അതായത് നമ്മൾ പെട്ടെന്ന് മാറ്റണം. എന്താ വെച്ചാൽ കാല് നന്നായിട്ട് ഒരു കാലില്ലേ അമ്മ, പൊന്തലില്ലേ, ഒരു കാല് പൊന്തലില്ല, നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സിന് ഒരു പേടി. കാരണം എന്താ വെച്ചാൽ ഓരോ ദിവസം കഴിയുന്തോറും പേഷ്യൻറ്റിൻ്റെ അവസ്ഥ മോശമായി വരും. അപ്പോൾ എല്ലാവരും പറയും മുഫലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്തോളൂ എന്ന് ചോദിക്കും. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് എത്തിയിട്ടുള്ളത്. അവരാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വേറൊരു മെഡിക്കൽ കോളേജിലേക്കാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് പ്രൈവറ്റിൽ കാണിക്കുക. ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതാണ്. നമ്മളൊന്നും പൈസ കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല. നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാറി ഇതായി കിട്ടുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും പ്രൈവറ്റിൽ കാണിച്ച് ഇതാക്കൂലേ. പക്ഷെ അവരാണ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്ത്. നമ്മൾ ഉറക്കം ഓടുമില്ലാതെ ഇവിടെ നിൽക്കുന്നത് നമ്മളെന്തായാലും എല്ലാം മാറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കാം. ബാഡ് കമൻറ്റ് ഉള്ളവർക്ക് എന്തുകൂടാ, നമ്മളെ അവസ്ഥ നമ്മുടെ സാഹചര്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും വാപ്പാനെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് അടുത്തത് വരും. നമ്മൾ ഇത് പറയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ അപ്ഡേഷൻ പറയൽ ഞാനിവിടെ നിർത്തുകയാണ്. നമ്മൾ ഇനി അപ്ഡേഷൻ പറയാനോ ഒന്നിനും ഞാൻ നിൽക്കുന്നില്ല. നിങ്ങളത് അറിയാൻ ആഗ്രഹിച്ചുകൊണ്ടും നമ്മളെന്നും ഫാമിലി ആവുകൊണ്ടും മാത്രമേ പറയണത്. അല്ലാതെ ഇനി അത് പറയണമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോട്ട് പോവാം. ഈ കാലം നീര് കുറവാണ്. ഈ കാലം നീര് കൊടുക്കും ഇടത് കാലം. അത് നീര് തൊലി ഇതായിട്ടാടി വിളറിയിട്ടോ. എന്നാലും ഇപ്പോൾ അവിടെ കാലുമത്തെ നീര് കാണില്ല. ഇപ്പോൾ ആകെ പരവേശനമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് ബിലാൽ സ്ലൈഡ് വാങ്ങാൻ വേണ്ടി പോയിരിക്കുന്നത്. ഇവിടെ ബയോപ്സിക്ക് കൊടുത്തായിരുന്നു. നമ്മൾ വള്ളവനാണെന്ന് കൊടുക്കുന്നത് ഇവിടെ മുകളിലുള്ള അതൊക്കെ വാങ്ങണം. പിന്നെ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചക്കരി നിജാസും പാടെ റൂം എടുത്തായിരുന്നില്ല, അപ്പോൾ അത് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കണം. അവിടെ കുറച്ച് ചാർജറും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റൂം വെക്കേറ്റ് ചെയ്തിട്ട് പോലെ നമ്മൾ ഇവിടുന്ന് സേഫായിട്ട് വണ്ടി കയറ്റി വിടും. രണ്ടാൾക്കും തീരെ വയ്യാട്ടോ. അപ്പോൾ പിന്നെ കുറേ ദിവസമായിട്ട് നിൽക്കൽ തുടങ്ങിയല്ല, ആകെ ബുദ്ധിമുട്ടി. കല്യാണം കഴിഞ്ഞ് തുടക്കമാണ്. എന്തായാലും അവർ പോയിക്കോട്ടെ, നമുക്ക് എന്തായാലും നിൽക്കാം. ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഒന്നേന്ന് മുതൽ തുടങ്ങണം. നമുക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് നമുക്ക് ഓടി നടന്ന് ശീലമുണ്ട്. കോഴിക്കോട് എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ അവിടെ പോയിട്ട് അറിയണം. എന്തായാലും നമ്മൾ ആംബുലൻസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആംബുലൻസിൽ ഇനി പാര കയറ്റ ഉമ്മ ഉണ്ട്, ബിലാലും ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്, ഇവിടെ നമ്മളെ കാറും ഉണ്ട്. ഓക്കെ, സ്ലൈഡ് കിട്ടിയോ? അതുപോലെ എന്താ പറഞ്ഞേ? അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ. ഏത് സ്ലൈഡ്? അതായത് നമ്മൾ വള്ളവനാട് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇനി നേരെ കോഴിക്കോട്ടേക്കാണ് പോകണം. നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വല്ല ഐഡിയ ഉണ്ടോ? ഐഡിയ ഇല്ല. അതേമാതിരി പഠിക്കാൻ പോയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി എന്തായാലും കൂടെ ഞാൻ അറിയിക്കാം കേട്ടോ.